ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ഒരു ദിവസമാണ്, പക്ഷെ നമുക്ക് ഒരു വിശേഷവുമില്ല. ഇന്ന് ചക്കുളത്ത് കാവിൽ പൊങ്കാലയാണ്. ഇന്ന് തൃക്കാർത്തികയാണ്. നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കാർത്തിക അമ്പലത്തിൽ ചക്കുളത്ത് കാവിൽ പൊങ്കാല ഇടാനായി തലേക്കും ദിവസം ഇവിടെ നിന്ന് പോയി അവിടെ ക്ഷേത്രത്തിൽ തലേക്കും ദിവസം രാത്രി നമ്മളവിടെ ആ പരിസരത്ത് എവിടെയെങ്കിലും എത്തി. ഇവിടെ നിന്ന് ഒത്തിരി പേര് കാണും, വണ്ടിയിൽ നമ്മൾ പോയി അവിടെ എവിടെയെങ്കിലും നമ്മൾ ഇതായി എന്നിട്ട് അടുപ്പ് പിടിച്ചിട്ട് എല്ലാമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുവും. രാവിലെ കുളിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുത് തിരിച്ചു വന്ന് നമ്മൾ പൊങ്കാല അടുപ്പിൽ തീ പകർന്ന് അടുപ്പിൽ സമയമാകുമ്പോൾ തീ പകർന്ന് പൊങ്കാലയൊക്കെ ഇട്ടിട്ട് തിരിച്ചു വരുന്ന ഒരു ഓർമ്മയെല്ലാം ഇപ്പം ഒത്തിരി വർഷമായി പോയിട്ട് എല്ലാം അതിനൊക്കെ ഒരു സമയവും ഒരു ഇതൊക്കെ ഉണ്ട്. അതാണ് എല്ലാത്തിനും ഒരു ഇപ്പോൾ മഴ പെരുമഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നലെ പെരുമഴയായിരുന്നു. പെരുമഴയെന്ന് പറഞ്ഞാൽ ഇന്നലെ പിന്നെ നേരം വെളുത്ത് ഇരുട്ടുന്നത് വരെ മഴയായിരുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു മഴയായിരുന്നു ഇന്നലെ. നേരം വെളുത്ത് ഇരുട്ടുന്നത് വരെ മഴയായിരുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു മഴ അന്തരീക്ഷം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ ഇന്നിപ്പം കാവിലോട്ട് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുങ്ങിയല്ല, കുളിച്ച് റെഡിയായി ഇരിക്കുകയാണ്. നേരത്തെ കുളിച്ചു. കാര്യം എനിക്ക് വൈകിട്ട് കുളിച്ചിട്ട് തണുപ്പത്ത് ഇറങ്ങി പോകാനായിട്ട് പറ്റാത്തതുകൊണ്ട് നേരത്തെ കുളിച്ച് ഇതൊക്കെ ആക്കിയിട്ട് പോയിക്കാണ്. നമുക്ക് കാർത്തിക വിളക്കും അങ്ങനെ ഒരു കാർത്തിക ദീപം കൊളുത്തക്കും ഒന്നുമില്ല. നമ്മൾക്ക് സാധാരണ കണക്ക് എന്നും കത്തിക്കുന്ന കണക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചു. എന്നിട്ട് ഞാൻ അമ്പലത്തിലേക്ക് കയറി പോകാനായിട്ട് ഞാൻ റെഡിയായിരിക്കുകയാണ്. അപ്പം എന്നത്തെ കണക്ക് വിളക്ക് കൊളുത്തിയിട്ട് ഇറങ്ങി പോവാം. അല്ലാതെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയിലെല്ലാം അപ്പം നമ്മുടെ ഈ വീട്ടിൽ വിളക്ക് താമസമായിട്ട് ആദ്യത്തെ കാർത്തികയാണ്. എന്നാലും നമുക്കിപ്പോൾ എന്തായാലും എനിക്ക് കാർത്തിക വിളക്ക് കത്തിക്കാനും അതിനൊന്നിനും ഉള്ളൊരു മനസ്സില്ല. ഈ ഒരു വർഷം ഞാൻ ഒരു ആഘോഷവും ഞാൻ ആഘോഷിക്കില്ല. എനിക്കങ്ങനെ ഒരു മനസ്സുമില്ല. ഞാൻ ഇന്നും രാവിലെ കുറച്ച് നേരം ഞാൻ അമ്പലം ഫോട്ടോയുടെ മുമ്പ് ഇരുന്ന് കരഞ്ഞു. കാര്യം ഈ വീട്ടിൽ വെച്ച് കാര്യങ്ങളെല്ലാം നടന്നത് കൊണ്ടും അമ്മയുടെ ഫോട്ടോ ആ ഡൈനിങ് ഏരിയയിൽ ഇരിക്കുന്നു. എപ്പോഴും അമ്മയുടെ മുമ്പ് ഞാൻ ഇരിക്കുന്നത് കൊണ്ടും ഞാൻ നോക്കുന്നത് എപ്പോഴും അമ്മയുടെ മുഖത്ത്. അപ്പോൾ അമ്മേൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന കാര്യം പറയുന്ന കണക്ക് തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അമ്മയുടെ സാന്നിധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്കും എല്ലാം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്നത്. എനിക്ക് എപ്പോഴെന്തെടുത്താലും എനിക്ക് അമ്മയുടെ സാന്നിധ്യം ആ ഒരു ഫോട്ടോയിൽ കൂടി എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം നമുക്ക് കാർത്തിക ഒന്നും അങ്ങനെ ഒരു ഇതുമില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. പിന്നെ വേറെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇത്. എൻ്റെ കുട്ടൂസുമോനും വരുന്നത്. കുട്ടൂസുമോൻ്റെ അമ്മയും അച്ഛനും ഒരു ഇതിന് പോയേക്കുന്നു. പോയിട്ട് എത്തിയില്ല. അപ്പോൾ കുട്ടൂസുമോൻ പഠിക്കാൻ പോയിട്ട് വന്ന് അവനെയും കുളിപ്പിച്ചിരുത്തിയേക്കുന്നു. നമ്മൾ അമ്പലത്തിലോട്ട് കയറി പോകാൻ പോണു. അവൻ ചായ കുടിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ക്ഷേത്രത്തിൽ ഇത് കേൾക്കുന്നു. ഇപ്പം വായന നിർത്തിയിട്ട് വായന തീർന്നതേ ഉള്ളൂ. വായനയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും കയറി പോകാൻ പറ്റാത്ത ഒരു വിഷമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും കാർത്തിക ആശംസകൾ. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് കയറി പോവാം.